നടൻ ഷൈൻ ടോം ചാക്കോയും കുടുംബവും സഞ്ചരിച്ച കാർ അപകടവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്ത്. മുന്നിലുണ്ടായിരുന്ന ലോറി പെട്ടെന്ന് ട്രാക്ക് മാറിയപ്പോൾ കാർ പിന്നിലിടിക്കുകയായിരുന്നുവെന്ന് ഷൈനിന്റെ സഹായി അനീഷ് പറഞ്ഞു. എന്നാൽ വാഹനം അപകടത്തിൽപ്പെട്ടത് ഡ്രൈവർ ഉറങ്ങിപ്പോയതിനാലാണെന്ന പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ്. CCTV പരിശോധന നിർണായകമാകും. ഇതിന് പോലീസ് നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. അച്ഛന്റെ മരണം അറിഞ്ഞ് ഷൈൻ പൊട്ടിക്കരയുകയാണ്. ആർക്കും നടനെ ആശ്വസിപ്പിക്കാൻ പോലും കഴിയുന്നില്ല. ഷൈന്റെ പിതാവ് ചാക്കോ കാറിന്റെ മുൻസീറ്റിലായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ തലക്കേറ്റ ഗുരുതര പരിക്കാണ് അദ്ദേഹത്തിന്റെ മരണകാരണമെന്നാണ് വിവരം. ധർമ്മപുരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലുള്ള മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വൈകുന്നേരം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. ഷൈനിന്റെ ഇടതുകൈയുടെ എല്ലിന് പൊട്ടലുണ്ട്. താരത്തെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കും. ഷൈന്റെ അമ്മയുടെ ഇടുപ്പിനും പരിക്കുണ്ട്. സഹോദരനും സഹായിക്കും കൈക്കാണ് പരിക്ക്. അച്ഛന്റെ മരണം കാറിലുണ്ടായിരുന്ന ഷൈൻ അടക്കം എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. സേലം ബംഗളൂരു ദേശീയപാതയിൽ ധർമ്മപുരിക്കടുത്ത് പാലക്കോട് പ്രദേശത്തെ പടയൂരിലാണ് ഷൈൻ ടോമും കുടുംബവും സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടത്. ഷൈനിന്റെ ചികിത്സയ്ക്കായി ബംഗളൂരുവിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം. വ്യാഴാഴ്ച രാത്രി 10ഓടെയാണ് എറണാകുളത്ത് നിന്ന് ഇവർ യാത്ര തിരിച്ചത്. തൊടുപുഴയിലെ ലഹരി വിമുക്ത കേന്ദ്രത്തിലെ ചികിത്സയ്ക്ക് ശേഷം തുടർ ചികിത്സയ്ക്ക് ബംഗളൂരുവിലേക്ക് കുടുംബസമേതം പോയതായിരുന്നു ഷൈൻ. ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് ചാക്കോ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുന്നേ തന്നെ മരിച്ചിരുന്നുവെന്ന് ഡ്രൈവർ പാച്ചു പറഞ്ഞു. ലോറി ട്രാക്ക് മാറിയതുകൊണ്ടാണ് പെട്ടെന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ടതെന്നും അപ്പോൾ അതുവഴി പോയ ഒരു മലയാളിയുടെ കാറിലാണ് അച്ഛനെ ആശുപത്രിയിൽ എത്തിച്ചതെന്നും ഡ്രൈവർ പ്രതികരിച്ചു. ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുന്നേ തന്നെ ഡാഡി ഞങ്ങളെ വിട്ടുപോയി. ഡ്രൈവർ സീറ്റിന് പിറകിലായിരുന്നു. ഷൈൻ ചേട്ടൻ ഏറ്റവും പിറകിലാണ് ഇരുന്നത്. ആശുപത്രിയിലേക്ക് പോകുന്നതിനിടയ്ക്ക് ഡാഡിയെ വിളിക്കുമ്പോൾ ചെറിയ പ്രതികരണങ്ങളുണ്ടായിരുന്നു. ആശുപത്രിയിൽ എത്താറായപ്പോൾ പിന്നെ മിണ്ടാതെയായി. അതോടെ ഞങ്ങളുടെ പ്രതീക്ഷകളെല്ലാം പോയി, ഡ്രൈവർ പാച്ചു പറഞ്ഞു. എറണാകുളത്ത് നിന്നും ബംഗളൂരുവിലേക്ക് രാത്രി 10 മണിയോടെയാണ് ഇവർ യാത്ര തിരിച്ചത്. പുലർച്ചെ 6 മണിയോടെ സേലത്തിനടുത്ത് വച്ചാണ് അപകടമുണ്ടായത്. ഷൈനൊപ്പം ഷൂട്ടിംഗ് ലൊക്കേഷൻ ഉൾപ്പെടെ പിതാവ് ചാക്കോ പോകാറുണ്ടായിരുന്നു. തന്റെ ദുശീലങ്ങൾ കുടുംബത്തെ ഒന്നാകെ ബാധിച്ചുവെന്നും അതിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ശ്രമത്തിലാണെന്നും അടുത്തിടെ ഷൈൻ പറഞ്ഞിരുന്നു. ഒരാളുടെ ജീവിതം പൂർണ്ണമാവുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോഴാണെന്നും അതിനാൽ ഇനിയുള്ള കാലം അച്ഛന്റെയും അമ്മയുടെയും സമാധാനവും സന്തോഷവും നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യില്ലെന്നും ഷൈൻ പറഞ്ഞിരുന്നു. ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഷൈനൊപ്പം നിന്ന വ്യക്തിയാണ് അച്ഛൻ CP ചാക്കോ. കൊക്കൈൻ കേസിൽ ഷൈൻ ജയിലിൽ പോയപ്പോഴും ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ അറസ്റ്റിലായപ്പോഴുമെല്ലാം അച്ഛൻ മകന്റെ കൂടെ നിന്നു. അച്ഛനോടൊപ്പം നിർമ്മാണ കമ്പനി തുടങ്ങിയിരുന്ന ഷൈൻ പുതിയ ബാനറിൽ ഒരുപാട് സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നു. കൊക്കൈൻ കേസിൽ ഷൈൻ കുറ്റവിമുക്തനായ ശേഷം വികാരനിർഭരമായിട്ടായിരുന്നു ചാക്കോ മാധ്യമങ്ങളോടും പ്രതികരിച്ചത്.